ആചാര്യ വിനോദസ്വാമിക്ക് വേണ്ടി യേശുക്രിസ്തു പ്രവർത്തിച്ച 32 അത്ഭുതങ്ങളുടെ ഒരു പരമ്പര ചെയ്യുകയാണ്. ഇതിലിന്ന് ഞാൻ പറയാൻ പോകുന്നത്, യേശുക്രിസ്തു സാബത്തിൽ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായിട്ട് കൂനുള്ള, അതായത് നിവർന്ന് നടക്കുവാൻ കഴിയാത്ത ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഇവിടെ ചെല്ലുന്ന കണ്ടിട്ട് ചില ആളുകൾ ആ കൂനുള്ള സ്ത്രീയെയും കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വരികയാണ്. യേശുക്രിസ്തു അവളെ കണ്ട് മനസ്സലിവ് തോന്നിയിട്ട് അവളുടെ ആ കൂനിൽ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. തൽക്ഷണം അവൾ സുഖം പ്രാപിക്കുകയാണ്. അപ്പോൾ സിനഗോഗിൽ ധാരാളം ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ സിനഗോഗിലെ അധികാരി പറഞ്ഞു, വേല ചെയ്യുവാനായിട്ട് 6 ദിവസമുണ്ട്, ആ ദിവസങ്ങളിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് രോഗശാന്തി കൊടുത്തുകൊള്ളൂ. പക്ഷേ സാബത്ത് ദിവസമായ ഇന്ന് വേല ചെയ്യാൻ അനുവാദമില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ വന്നിട്ട് രോഗശാന്തി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ കാളയോ കഴുതയോ ഒക്കെ ഒരു കിണറ്റിലോ വല്ലതും വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് അതിനെ രക്ഷിക്കാത്തത്, അല്ലെങ്കിൽ അവ ഓടിപ്പോയാൽ അവയെ പിടിച്ചുകൊണ്ട് വരാത്ത ആരാണ്? അങ്ങനെയുള്ള പണികളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പം 18 വർഷമായിട്ട് സാത്താൻ ബാധിച്ച് കൂനിപ്പോയ ഈ സ്ത്രീയെ ഇന്ന് അഴിച്ചുവിടുന്നത് വലിയൊരു തെറ്റായിട്ടാണ് നിങ്ങൾ പറയുന്നത്. സാബത്തെന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ സാബത്ത് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അപ്പം സാബത്ത് മനുഷ്യന് നന്മ ചെയ്യുന്ന, സാബത്തിന് നന്മ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. സാബത്ത് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ അകത്ത് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള പ്രബോധനങ്ങളെല്ലാം നൽകിക്കൊണ്ട് യേശു അവിടെ സിനഗോഗ് അധികാരിയോട് തർക്കിക്കുകയാണ്. പക്ഷെ സിനഗോഗ് അധികാരിക്ക് ഒന്നും മറുത്ത് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാവരും യേശുക്രിസ്തു ചെയ്ത ആ നല്ല കാര്യത്തെക്കുറിച്ച് അതിശയിക്കുകയും അതുപോലെ തന്നെ അവനെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഇവനാണ് ദാവീദിൻ്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ യേശുക്രിസ്തുവിനെ വാനോളം പുകഴ്ത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അതായത് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് ഒരിക്കലും യേശുക്രിസ്തു ചിന്തിക്കാറില്ല. യേശുക്രിസ്തു ഒരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അനുവാദത്തിന് കാത്തു നിൽക്കുകയുമില്ല. യേശുക്രിസ്തു പ്രവർത്തിക്കുന്നത് അവൻ ആ അനുഗ്രഹം നേടാൻ ആവശ്യമായിട്ടുള്ള വിശ്വാസം അവനുണ്ടോ, അതുമല്ലെങ്കിൽ അവന് അനുദപിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യേശുക്രിസ്തു നോക്കുന്നത്. അവൻ്റെ ആ വിശ്വാസം കണ്ടിട്ടാണ് പലപ്പോഴും യേശുക്രിസ്തു ഒരാൾക്ക് സൗഖ്യം നൽകുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു അർഹതപ്പെട്ടവനാണ്, അവൻ ആ രോഗശാന്തി നേടാനായിട്ട് അർഹതപ്പെട്ടവനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവനെ സൗഖ്യമാക്കും.